നമസ്കാരം. നടനും MLA-യുമായ മുകേഷിനെ സർക്കാരും CPM-ഉം കൈവിട്ടു കഴിഞ്ഞു. മുകേഷിനെതിരെയുള്ള പീഡന പരാതിയിൽ കുറ്റപത്രം സമർപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘം നടനെ വെട്ടിലാക്കുകയാണ്. ആലുവ സ്വദേശിയായ നടി ആരോപിച്ച കുറ്റം തെളിഞ്ഞതായി കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. MLA-ക്കെതിരെ ഡിജിറ്റൽ തെളിവുകളുമുണ്ട്. എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. ഇതോടെ മുകേഷിന്റെ MLA സ്ഥാനം രാജിക്കായി പ്രതിപക്ഷ ആവശ്യം ശക്തമായിട്ടുണ്ട്. എന്നാൽ മുകേഷിന്റെ രാജി ആവശ്യം CPM അംഗീകരിക്കില്ല. അതിനിടെ അതിവേഗ കുറ്റപത്രം നൽകിയതിൽ മുകേഷ് അതൃപ്തനാണ്. MLA സ്ഥാനം രാജിവെക്കാമെന്ന നിലപാടിലാണ് മുകേഷിനെതിരെയുള്ള ഡിജിറ്റൽ തെളിവുകളിൽ വാട്സ്ആപ്പ് ചാറ്റുകൾ ഉണ്ടെന്നും ഇമെയിൽ സന്ദേശങ്ങൾ ഉണ്ടെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. കൂടാതെ സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചിട്ടുണ്ട്. താരസംഘടനയായിരുന്ന അമ്മയുടെ അംഗത്വം വാഗ്ദാനം ചെയ്താണ് നടൻ മുകേഷ് പല സ്ഥലങ്ങളിൽ വെച്ച് നടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതെന്നാണ് കേസ്. ലൈംഗിക അതിക്രമ വകുപ്പ് കൂടി ചേർത്താണ് മുകേഷിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചത്. നടിയുടെ രഹസ്യമൊഴി അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേസിൽ മുകേഷിന് മുൻകൂർ ജാമ്യവും അനുവദിച്ചിരുന്നു. നടിയുമായി മുകേഷ് യാത്ര ചെയ്തതിനടക്കം തെളിവുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഈ സാഹചര്യത്തിൽ മുകേഷ് രാജിവെക്കണമെന്ന് കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണയും ആവശ്യപ്പെട്ടിരുന്നു. മുകേഷിനെതിരായ പോലീസ് കുറ്റപത്രം സിനിമയിലെ ഇടതുപക്ഷക്കാരെയും ഞെട്ടിച്ചിട്ടുണ്ട്. കൊല്ലത്ത് നിന്നും 2 തവണ MLA ആയ സിനിമാ നടനാണ് മുകേഷ്. ലോക്സഭയിൽ മത്സരിച്ചെങ്കിലും തോറ്റു. ഇനി മുകേഷിന് മത്സരിക്കാൻ CPM സീറ്റ് നൽകില്ല. എന്നാൽ ഇപ്പോൾ മുകേഷ് രാജിവെച്ചാൽ കൊല്ലത്ത് ഉപതിരഞ്ഞെടുപ്പ് വരും. ഇതൊഴിവാക്കാനാണ് CPM ആഗ്രഹിക്കുന്നത്. മുകേഷ് രാജിവെക്കേണ്ടതില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പ്രതികരിച്ചു കഴിഞ്ഞു. എന്നാൽ CPM-ന് വേണ്ടി നിലകൊണ്ടിട്ടും തനിക്കെതിരായ പരാതിയിൽ പോലീസിന്റെയും സർക്കാരിന്റെയും പിന്തുണ കിട്ടിയില്ലെന്ന പരിഭവം മുകേഷിനുണ്ട്. ഈ സാഹചര്യത്തിൽ മുകേഷ് രാഷ്ട്രീയം തന്നെ ഉപേക്ഷിക്കാനും സാധ്യത ഏറെയാണ്. എന്നാൽ MLA സ്ഥാനം രാജിവെക്കാൻ CPM സമ്മർദ്ദവും ശക്തമായിട്ടുണ്ട്. സിനിമയിലെ ഉന്നതരെയും ഇതിനുവേണ്ടി CPM സമീപിച്ചിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ തന്നെ കുറ്റപത്രം ഞെട്ടിച്ച സന്ദേശം മുകേഷ് CPM-ൽ ബന്ധപ്പെട്ടവർക്ക് നൽകിയതായാണ് സൂചന. മുകേഷ് ഉൾപ്പെടെയുള്ള നടന്മാർക്കെതിരെ ബലാത്സംഗ പരാതി പിൻവലിക്കില്ലെന്ന് അതിജീവിതയായ നടി നേരത്തെയും പറഞ്ഞിരുന്നു. അന്വേഷണവുമായി സഹകരിക്കുമെന്നും തനിക്കെതിരായ പോക്സോ കേസ് നിയമപരമായി നേരിടുമെന്നും പരാതിക്കാരി പറഞ്ഞിട്ടുണ്ട്. ആദ്യം പരാതി പിൻവലിക്കാൻ നടി തീരുമാനിച്ചിരുന്നു. പിന്നീട് അതിൽ നിന്നും പിന്മാറി. ഒറ്റപ്പെട്ടുപോയി എന്ന മനോവിഷമത്തിലാണ് പരാതി പിൻവലിക്കാൻ തീരുമാനിച്ചത്. WCC പോലും തനിക്കൊപ്പം നിന്നില്ലെന്നും പരാതിക്കാരി ആരോപിക്കുന്നുണ്ട്. എന്നാൽ ഭർത്താവ് പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ പരാതി പിൻവലിക്കുന്നതിൽ നിന്ന് പിന്മാറുകയാണ്. കേസുമായി മുന്നോട്ട് പോകുമെന്നും നടി പറഞ്ഞിരുന്നു. തന്റെ പേരിലുള്ള പോക്സോ കേസിൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണെന്നും എന്തുകൊണ്ടാണ് കേസിൽ തന്നെ ഇതുവരെ അറസ്റ്റ് ചെയ്യാത്തതെന്ന് അന്വേഷിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിരുന്നു. സർക്കാർ വേണ്ട പിന്തുണ നൽകാത്തതിനാലാണ് കേസിൽ നിന്ന് പിന്മാറുന്നതെന്ന് നടൻ മുകേഷ് അടക്കമുള്ളവർക്കെതിരെ ബലാത്സംഗ കേസിൽ പരാതിക്കാരി പറഞ്ഞിരുന്നു. എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയാണ് താൻ തുറന്നു പറച്ചിൽ നടത്തിയതെന്നും തനിക്കെതിരെ കള്ളക്കേസ് വന്നപ്പോൾ സർക്കാർ പിന്തുണച്ചില്ലെന്നും പരാതിക്കാരി ആരോപിച്ചിരുന്നു. മലയാള സിനിമാ താരങ്ങളായ മുകേഷ്, ജയസൂര്യ, ഇടവേള ബാബു, ബാലചന്ദ്ര മേനോൻ തുടങ്ങി ചലച്ചിത്ര മേഖലയിലെ 7 പേർക്കെതിരെയാണ് ഇവർ പരാതി നൽകിയിരിക്കുന്നത്. നടന്മാർക്ക് പുറമെ ചലച്ചിത്ര മേഖലയിലെ നോബൽ, ബിച്ചു എന്നിവരും കോൺഗ്രസ് അഭിഭാഷക സംഘടനയിലെ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്നിവർക്കെതിരെയും ഇവർ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതിൽ മുകേഷിനെതിരായ പരാതിയിൽ അടിസ്ഥാനമുണ്ടെന്നാണ് കുറ്റപത്രം വിശദമാക്കുന്നത്. കാസ്റ്റിംഗ് ഡയറക്ടർ വിച്ചുവിനെതിരെയും പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ലൈംഗിക പീഡന പരാതിയിൽ മുകേഷിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. മരടിലെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നാണ് നടിയുടെ ആരോപണം. സിനിമയിൽ അവസരവും അമ്മ സംഘടനയിൽ അംഗത്വവും വാഗ്ദാനം ചെയ്ത് മുകേഷ് പീഡിപ്പിച്ചുവെന്നാണ് നടി പരാതി നൽകിയത്. ഒറ്റപ്പാലത്തെ ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് കാറിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് മറ്റൊരു ആരോപണം.